അന്യന്റെ ദുഃഖം, അതാണ് കോമഡി. കാരണം ഒരു വ്യക്തി സൈക്കിളിന് പോകുന്നു, അവൻ മറിഞ്ഞു വീഴുന്നു, അവനെ ദുഃഖമാണത്. കണ്ടു നിൽക്കുന്ന നമുക്ക് കോമഡിയാണ്. നമ്മൾ ചിരിക്കും, കണ്ടവർ ചിരിക്കും, അവനും ചിരിക്കും. അതാണ് കോമഡി. ദുഃഖത്തെ അദ്ദേഹം മലയാളം ബി എക്കാരനെന്ന് തോന്നല്ലേ? ഒരുപാട് അല്ലേ? ബി അല്ലേ? അതെ, എനിക്ക് മനസ്സിലായി. കാരണം ഞാനും മലയാളം ബി എക്കാരനായിരുന്നു. കാരണം അതിൻ്റെ പേരിൽ അദ്ദേഹം ഒരു മലയാളം ബി എക്കാരനെ മനസ്സിലായി. അപ്പോൾ ദുഃഖത്തെക്കുറിച്ച് ഒരുപാട് പറഞ്ഞു അദ്ദേഹം. അപ്പോൾ ഏത് ചിരിയുടെ അടിസ്ഥാനം ദുഃഖം തന്നെയാണ്. എങ്കിലും അതിനെന്തെങ്കിലും പൊടിക്കൈ പൊതുവെ ഉപയോഗിക്കാറുണ്ടോ സലീമേട്ടൻ? അങ്ങനെ ഞാനൊന്നല്ല, അത് എല്ലാവരും പൊടിക്കൈ ഉപയോഗിക്കും. കാരണം ഇപ്പം എല്ലാവരും വരെ കൈ നിടുക എന്ന് പറയും. ഏത് പണിക്ക് വിളിച്ചാൽ, സിനിമാക്കാരും മാത്രമല്ല, ആക്ടേഴ്സ് മാത്രമല്ല കൈ നിടുന്നത്, ഏത് പണിക്കാരും. ഇപ്പോൾ ഒരു തെങ്ങേറാൻ വിളിച്ചാൽ അവനെ തേങ്ങിടാൻ മാത്രം വിളിക്കുള്ളൂ നമ്മൾ. അദ്ദേഹം കോഞ്ഞാട്ട, കൊതുമ്പ് ഇതൊക്കെ ഇടും. അതവൻ കൈ നിടുന്ന, ഇതിന് പൈസ ഒന്നുമില്ല. അപ്പോൾ ആ പാവങ്ങളിൽ ഇതാരും കാണില്ല. അവനെ തേങ്ങിടാൻ വേണ്ടി തേങ്ങിട്ട് പോയാൽ മതി അവന്. അപ്പോൾ ആ പാവം കൈ നിടുന്നതിന് കോഞ്ഞാട്ട കൊതുമ്പൊക്കെ. സിനിമാടന്മാർ സ്വിഫ്റ്റ് കിട്ടുമ്പോൾ അവനും കൈ നിന്ന് ഇടും. അത് ആളുകൾ ബോധത്തിലുള്ള അദ്ദേഹത്തിന് കൈ നിന്ന് കുറച്ച് സ്ഥാനങ്ങൾ വീണു എന്ന് പറഞ്ഞിട്ട് അത്രേ ഉള്ളൂ. എല്ലാ പണിയിലും ഉണ്ട് അവരവരുടെ കൈ നിടുന്നത്. ഇപ്പോൾ ഒരു സ്ക്രിപ്റ്റിലായാലും, ജോണി ഡയറക്ഷനായാലും, സാലുവേട്ടൻ ക്യാമറയിലായാലും, എല്ലാം ഉണ്ട്. ഈ കൈ നിടുന്ന സംഭവമൊക്കെ എല്ലാ പണിയിലും ഉണ്ട്. പഠിത്തത്തിലും ഉണ്ട് അങ്ങനെ കൈ നിടുക എന്നുള്ളത്. ഗ്യാസ് അടിക്കുക. അതെ, പരീക്ഷയ്ക്ക് അല്ല, ഇവർ പഠിക്കാൻ പറ്റുന്നതാണല്ലോ. ഈ പഠിച്ച് മാത്രം പോയാൽ മതി. അതിൻ്റെയൊക്കെ പ്രേമിക്കേണ്ട വല്ല കാര്യമുണ്ടോ? അതൊക്കെ കൈ നിടുക എന്ന് പറഞ്ഞതാണ്. അപ്പൊ എല്ലാ പണിയിലും ഉണ്ട് ഇങ്ങനെ. അല്ല ആ ചിരി